മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതക കേസിൽ ഒളിവിലുള്ള പ്രതികളെ തേടി SDPI ശക്തികേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ്. മുഖ്യപ്രതി മുഹമ്മദിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. അന്വേഷണ സംഘം വിപുലീകരിച്ച് അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. അഭിമന്യു കൊലക്കേസിന്റെ അന്വേഷണം SDPIയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പ്രതിപ്പട്ടികയിലുള്ള 6 പേർ SDPI ശക്തികേന്ദ്രമായ എറണാകുളം ജില്ലയിലെ നെട്ടൂരുള്ളവരാണ്. ഇവർ ഒളിവിലാണെങ്കിലും സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന. അതേസമയം അക്രമികൾക്കൊപ്പം ഉണ്ടായിരുന്ന കോളേജ് വിദ്യാർത്ഥി മുഹമ്മദിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. വിദേശത്തേക്ക് കടക്കാതിരിക്കാനായി സിറ്റി പോലീസ് കമ്മീഷണർ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിന് സർക്കുലർ കൈമാറി. പ്രതികളിൽ മുഹമ്മദിന് മാത്രമാണ് പാസ്പോർട്ട് ഉള്ളതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ചുവരെഴുത്തിനെ ചൊല്ലി മഹാരാജാസ് കോളേജിൽ തർക്കമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ പലരും SDPI പ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലും പരിസരങ്ങളിലുമുള്ള ഇവരിൽ ചിലർ സംഭവ ദിവസം മുതൽ ഒളിവിൽ പോയതായും സ്ഥിരീകരിച്ചു. ഇവരെ ഒളിവിൽ പോകാൻ സഹായിച്ചതായി സംശയിക്കുന്ന ജില്ലയിലെ SDPI നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. സംസ്ഥാനത്ത് തെരച്ചിൽ നടത്തുന്നതിനൊപ്പം കർണാടകയിലെ കുടക്, മൈസൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. അതേസമയം കേസന്വേഷണ ചുമതല CI അനന്തലാലിൽ നിന്ന് കൺട്രോൾ റൂം ACP സുരേഷ് കുമാറിലേക്ക് പൂർണ്ണമായും മാറ്റി. കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്താണിത്. അന്വേഷണ സംഘവും വിപുലീകരിച്ചിട്ടുണ്ട്. അഭിമന്യു വധക്കേസിൽ മുഖ്യപ്രതികൾ ആരെയും പോലീസിന് ഇതുവരെയും പിടികൂടാനായിട്ടില്ലെങ്കിലും ഉടനത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. അതോടൊപ്പം കൃത്യത്തിൽ SDPIയുടെ പങ്കും നിഷേധിക്കാനാകാത്ത വിധം പോലീസ് എടുത്തു പറയുന്നുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത SDPI നേതാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ SDPI പ്രവർത്തകർ മാർച്ച് നടത്തി. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. 200ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് അടക്കമുള്ള ചില നഗരങ്ങളിൽ വൈകിട്ടാണ് പ്രതിഷേധ മാർച്ച് നടക്കുക. അഭിമന്യുവില്ലാതെ മഹാരാജാസിലെ 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥികളുടെ ക്ലാസ് പുനരാരംഭിച്ചു. അഭിമന്യുവിനൊപ്പം പഠിച്ചിരുന്നവർക്ക് കൌൺസിലിംഗ് നൽകിയ ശേഷമാണ് ക്ലാസുകൾ തുടങ്ങിയത്. പലരും വിങ്ങിപ്പൊട്ടിയാണ് ക്ലാസ് മുറിയിലേക്ക് കയറിയത്. കുട്ടികളെ ഒരുമാതിരി കൺവിൻസിംഗ് ആക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റെല്ലാ കുട്ടികളും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുമിച്ച് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ SDPI ബന്ധം ഉപേക്ഷിക്കാൻ CPMനെ വെല്ലുവിളിച്ച് PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ തള്ളിപ്പറയുന്ന CPMാണ് SDPIയെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. കൊണ്ടു നടക്കുന്നവർ തന്നെയാണ് കൊലക്കത്തിക്കിരയായതെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് 10-12 പഞ്ചായത്തിൽ CPMും SDPIയും കൂടി മുന്നണിയാണ്. കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് കൊടികെട്ടാനും സ്റ്റേജ് കെട്ടാനും എക്കാലത്തും അവസരമൊരുക്കിയത് CPMാണ്. PDP വന്നപ്പോൾ അവരെ കൊണ്ടുവരുന്ന ആരാ? അവരാണ് അവരെ വളർത്തിയത്, അവരാണ് കൂട്ടുകൂടിയത്, അവരാണ് ഇപ്പോഴും മുന്നണി ഉണ്ടാക്കി. ഇത് പറയുമ്പോഴും മലപ്പുറം ജില്ലയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും എവിടെയും SDPയെ കൂട്ടുപിടിച്ചിട്ടില്ല. SDPയുമായി ബന്ധമില്ലെന്ന CPM വാദത്തിന്റെ സത്യമറിയാൻ മലപ്പുറത്തേക്ക് നോക്കിയാൽ മതിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. R. കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. അധികാരം ചീഫ് ജസ്റ്റിസിന്. ജഡ്ജിമാർക്ക് കേസുകൾ വീതിച്ചു നൽകുന്നതിൽ പരമാധികാരം ചീഫ് ജസ്റ്റിസിനാണെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. കേസുകൾ വിഭജിച്ച് നൽകാനുള്ള ചുമതല കൊളീജിയത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ നിയമമന്ത്രി ശാന്തിഭൂഷൺ നൽകിയ ഹർജി കോടതി തള്ളി. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകരുന്നത് വലിയ ഭീഷണിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. 4 ജഡ്ജിമാരുടെ വാർത്താസമ്മേളനമടക്കമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ അധികാരങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുകയാണ് സുപ്രീംകോടതി. ബെഞ്ച് വിഭജനത്തിൽ പരമാധികാരം ചീഫ് ജസ്റ്റിസിന് നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു ഹർജി നൽകിയ ശാന്തിഭൂഷന്റെ വാദം. എന്നാൽ കേസുകൾ വിഭജിക്കാനായി എല്ലാ ദിവസവും കൊളീജിയം ചേരുന്നത് പ്രായോഗികമല്ലെന്ന് ജസ്റ്റിസുമാരായ AK സിക്രി, അശോക് ഭൂഷൺ എന്നിവരംഗങ്ങളായ ബെഞ്ച് വ്യക്തമാക്കി. ഭരണഘടനയിൽ ചീഫ് ജസ്റ്റിസിന്റെ അധികാരം നിർവചിച്ചിട്ടില്ല. സുപ്രീംകോടതിയുടെ ഭരണപരമായ ചുമതലകളിൽ പൂർണ്ണ ഉത്തരവാദിത്തം ചീഫ് ജസ്റ്റിസിനാണ്. സഹജഡ്ജിമാരുടെ ശേഷി, താൽപര്യം, വൈദഗ്ധ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കേസുകൾ അനുവദിക്കേണ്ടത്. ഇത് അദ്ദേഹത്തിന്റെ വിവേകത്തിന് വിടുന്നു. ധാർമ്മികത, യാഥാർത്ഥ്യബോധം, സന്തുലനം, ക്ഷമ എന്നിവയാണ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കേണ്ട ഗുണങ്ങളെന്നും കോടതി പറഞ്ഞു. കേസ് വിഭജനത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാനാകില്ല. സമൂഹജീവിയായ ജഡ്ജിക്കും താൽപര്യങ്ങളുണ്ടാകും. വിദ്യാഭ്യാസവും പരിശീലനവും ഉപയോഗിച്ച് ഇത് മറികടക്കണമെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ വിധിന്യായത്തിൽ അഭിപ്രായപ്പെട്ടു.
പരമാധികാരം ചീഫ് ജസ്റ്റിസിനാണെന്ന് കഴിഞ്ഞ 8 മാസത്തിനിടെ 3-ാം തവണയാണ് സുപ്രീം കോടതി ഉത്തരവിടുന്നത്. ചീഫ് ജസ്റ്റിസിനെതിരെ ഇനി പരാതികൾ ഉയർന്നാൽ പ്രതിരോധിക്കാനുള്ള അടിസ്ഥാനവും ഈ വിധികളാകും. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീക്കെതിരെ ജലന്ധർ രൂപതയുടെ സർക്കുലർ. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും അയച്ച സർക്കുലറിൽ കന്യാസ്ത്രീക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. സർക്കുലറിന്റെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിട്ടു. ജലന്ധർ രൂപതയ്ക്ക് കീഴിലുള്ള 500ഓളം വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമായി വികാരി ജനറൽ മാത്യു കോക്കാണ്ടമാണ് സർക്കുലർ അയച്ചത്. സർക്കുലറിൽ കന്യാസ്ത്രീക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണുള്ളത്. കന്യാസ്ത്രീയുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് സഭാ നേതൃത്വത്തിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. ഒടുവിൽ കന്യാസ്ത്രീയുടെ ബന്ധുവായ സ്ത്രീ രേഖാമൂലം പരാതി നൽകി. തന്റെ കുടുംബജീവിതം തകർക്കാൻ കന്യാസ്ത്രീ ശ്രമിക്കുന്നുവെന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കമെന്നും സർക്കുലർ പറയുന്നു. സംഭവത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ കന്യാസ്ത്രീയെ മദർ സുപ്പീരിയർ സ്ഥാനത്തുനിന്നും നീക്കി. ഇതിന്റെ പ്രതികാരമായാണ് ബിഷപ്പിനെതിരെ വ്യാജ പരാതി ഉന്നയിക്കുന്നത്. കന്യാസ്ത്രീയും ബന്ധുക്കളും ബിഷപ്പിനെതിരെ വധഭീഷണി മുഴക്കിയതായും ഇതിനെതിരായ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും സർക്കുലർ പറയുന്നു. കുരുക്കുകൾ മുറുകുമ്പോഴും ജലന്ധർ രൂപത ബിഷപ്പിനെ കൈവിടുന്നില്ല. കന്യാസ്ത്രീയുടെ സ്വഭാവദൂഷ്യ ആരോപണങ്ങളാണ് സഭാ പ്രതിരോധത്തിന്റെ കാതൽ. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. വൈദികനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ആത്മഹത്യ ചെയ്ത കേസ് പോലീസ് ഒതുക്കിയെന്ന് ആരോപണം. പത്തനംതിട്ട അയിരൂർ സ്വദേശിയായ യുവതി മരിച്ച സംഭവത്തിലാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ടതിന് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പരാതിക്കാരനായ എബ്രഹാം ജോർജ് ആരോപിച്ചു. 2015 ഒക്ടോബർ 21-നാണ് അയിരൂർ സ്വദേശിനി ലില്ലി ജോർജിനെ പമ്പയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് കാരണക്കാരായി വൈദികന്റെയും മറ്റൊരു സ്ത്രീയുടെയും പേരാണ് ഉണ്ടായിരുന്നത്. കുമ്പസാര രഹസ്യം വൈദികൻ മറ്റൊരു സ്ത്രീയോട് പരസ്യമാക്കിയ മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്ന രീതിയിലായിരുന്നു കത്ത്. അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് SP-ക്കും സഭാ നേതൃത്വത്തിനും അയിരൂർ മുൻ പഞ്ചായത്ത് മെമ്പർ തെക്കുങ്കൽ എബ്രഹാം ജോർജ് പരാതി നൽകിയിരുന്നു. എന്നാൽ കൈയക്ഷരം പോലും പോലീസ് പരിശോധിച്ചില്ല. സഭാ നേതൃത്വം ആരോപണ വിധേയനായ വൈദികനെതിരെ നടപടിയെടുത്തില്ലെന്നും എബ്രഹാം ജോർജ് പറയുന്നു. കുമ്പസാര രഹസ്യം ഈ മരിച്ച പെൺകുട്ടി ഈ വൈദികനോട് പറഞ്ഞ കുമ്പസാര രഹസ്യം വിളിച്ചു പറഞ്ഞ് എല്ലാവരും കേൾക്കേ. ഇപ്പോൾ അവർ സാക്ഷി പറയുമെന്ന് ചോദിച്ചാൽ പിന്നെ പള്ളിയിലെ സ്ത്രീകളാണെങ്കിൽ അവർ സാക്ഷിയൊന്നും പറയാൻ വരികയില്ല. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചനാണ്. അതിൻ്റെ അകത്ത് ഈ വൈദികൻ്റെ പേരും ഈ സ്ത്രീയുടെ പേരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യിക്കണമെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട എബ്രഹാം ജോർജ് അടക്കം 2 പേരെ 10 വർഷത്തേക്ക് അയിരൂർ സെന്റ് ജോൺസ് പള്ളിയിൽ നിന്നും പുറത്താക്കിയെന്നാണ് ആരോപണം. ന്യൂസ് 18 പത്തനംതിട്ട. കുമ്പസാര പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിയെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കുകയാണ്. ഹോട്ടൽ രേഖകളടക്കം അന്വേഷണ സംഘം നേരത്തെ കണ്ടെടുത്തിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ നാളെ തിരുവല്ലയിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും. പ്രതികളിൽ ഒരാളായ വൈദികനൊപ്പം 2016 ഡിസംബർ 2017 ഫെബ്രുവരി മാസങ്ങളിലാണ് യുവതി കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചത്. നേരത്തെ നൽകിയ മൊഴിയിലും യുവതി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തിയത്. വൈദികനൊപ്പം യുവതി ഹോട്ടലിൽ തങ്ങിയതിന്റെ രേഖകൾ നേരത്തെ യുവതിയുടെ ഭർത്താവ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ പരാതി ശരിവയ്ക്കുന്ന കൂടുതൽ രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നായിരുന്നു മറുപടി. അതിനിടെ ഒളിവിൽ പോയ വൈദികർക്കായുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കി. വൈദികരുടെ വീടുകളിലെത്തി അന്വേഷണ സംഘം വിവരം ശേഖരിച്ചു. ഇവരുടെ ബന്ധുക്കളുടെ ഫോൺ കോൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. നാളെ ദേശീയ വനിതാ കമ്മീഷനും പരാതിക്കാരുടെ മൊഴി തിരുവല്ലയിലെത്തി രേഖപ്പെടുത്തും. ന്യൂസ് 18 കോട്ടയം. ചങ്ങനാശ്ശേരിയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. സംഘം ദമ്പതികളുടെ വാകത്താനത്തെ വീട്ടിൽ പരിശോധന നടത്തി. സ്വർണ്ണപ്പണിക്കാരൻ സുനിൽകുമാറും ഭാര്യ രേഷ്മയും മരിച്ചുകിടന്ന വീട്ടിൽ സംഭവത്തിന് ശേഷം ആദ്യമായാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും പങ്കെടുത്തു. രേഷ്മ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് അന്വേഷണ സംഘം കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പ് ഞാനാണ് വായിച്ചത്, എൻ്റെ കയ്യിലാണ് കിട്ടിയത്. അതിൽ അവർ പറയുന്നത് അഡ്വക്കേറ്റ് സജീവകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് സുനിച്ചേട്ടൻ സ്വർണം പണിയുന്നത്. സുനിച്ചേട്ടനെ ചോദ്യം ചെയ്ത് SI ഷമീർ എന്ന് പറഞ്ഞ SI കണ്ടമാനം ഉപദ്രവിച്ചു, പീഡിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മരിക്കാൻ പോകുന്നു. ദമ്പതികൾ കഴിച്ച സയനൈഡിന്റെ ബാക്കിയും വീട്ടിലുണ്ടായിരുന്നു. കേസിൽ നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ഇന്ന് ലഭിക്കും. CCTVയിൽ കണ്ടെത്തിയ ദൃശ്യങ്ങളിൽ പരിശോധന തുടരുകയാണ്. സുനിൽകുമാറിനെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ടോ എന്നതിന് അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ വ്യക്തത വരും.
സുനിൽകുമാറിനെതിരായ സജിയുടെ പരാതിയിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്നതും അന്വേഷണ വിഷയമാണ്. നിയമോപദേശത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. CPM കൌൺസിലർ എന്ന നിലയിൽ സജി ഉന്നതതല സ്വാധീനത്തിന് ശ്രമിച്ചു എന്ന ആരോപണവും അന്വേഷണ പരിധിയിൽ വരും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയ മൃതദേഹങ്ങൾ വൈകിട്ട് ഫാത്തിമപുരത്തെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. ന്യൂസ് 18 കോട്ടയം. തോമസ് ചാണ്ടി കേസിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. രജിസ്ട്രാർ ഉച്ചയ്ക്ക് ശേഷം നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാറും ഹാജരാകണം. തോമസ് ചാണ്ടിയുടെ കേസ് ഇന്ന് ലിസ്റ്റ് ചെയ്യാത്തതിനായിരുന്നു വിമർശനം. ലേക്ക് പാലസിന്റെ ഭൂമി നികത്തൽ കേസ് ഇന്ന് പരിഗണിക്കാനായി നേരത്തെ കോടതി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി രജിസ്ട്രാർ കേസ് ഇന്ന് ലിസ്റ്റ് ചെയ്തില്ല. ഇക്കാര്യം കക്ഷികളുടെ അഭിഭാഷകരിൽ ഒരാൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് കോടതി വിശദീകരണം തേടിയത്. ഡൽഹിയിലെ അധികാര തർക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ. വൈകുന്നേരം കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. ലഫ്റ്റനന്റ് ഗവർണറുടെ എതിർപ്പിനെ തുടർന്ന് മുടങ്ങിയ റേഷൻ പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും സ്ഥാനക്കയറ്റം നൽകാനുമുള്ള അധികാരങ്ങൾ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിലാണ് ലഫ്റ്റനന്റ് ഗവർണർ തീരുമാനം വൈകിപ്പിക്കുന്നത്. സുപ്രീം കോടതി വിധി പ്രകാരം സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് കാട്ടി ചീഫ് സെക്രട്ടറി ഫയൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് അയച്ചിരുന്നു. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം ശരിയാണോ എന്നാണ് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആരാഞ്ഞത്. തീരുമാനം വൈകിപ്പിക്കുന്നത് കോടതി ലക്ഷ്യമാണെന്ന് കേജ്രിവാൾ ഇന്നലെ ഗവർണർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലഫ്റ്റനന്റ് ഗവർണറുടെ പിന്തുണ തേടിയാണ് അദ്ദേഹവുമായുള്ള കേജ്രിവാളിന്റെ കൂടിക്കാഴ്ച. കേന്ദ്ര ഇടപെടൽ കാരണം തടഞ്ഞുവെച്ച വീട്ടുപടിക്കൽ റേഷൻ പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി കേജ്രിവാൾ അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊലയാളി എന്ന് വിശേഷിപ്പിച്ചു എന്നാരോപിച്ച് സാഹിത്യകാരൻ സക്കറിയയ്ക്കെതിരെ BJP രംഗത്ത്. പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ സക്കറിയയെ തെരുവിൽ നേരിടുമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് തഫ്രാക്കിൽ തപസ് സംഘടിപ്പിച്ച OV വിജയൻ അനുസ്മരണ പരിപാടിയിൽ സക്കറിയ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് BJP രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിക്കെതിരായ പ്രസ്താവനയ്ക്കെതിരെ BJP പോലീസിൽ പരാതി നൽകി. സക്കറിയ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. പിണറായി വിജയന്റെ സർക്കാർ സക്കറിയയുടെ കൂടെയാണോ അതോ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടെയാണോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടെയാണെങ്കിൽ ഈ കേസ് എടുക്കണം. കടുത്ത വർഗീയവാദിയായ സക്കറിയ എന്തടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നതെന്നും BJP ചോദിക്കുന്നു. ഈ സമൂഹത്തെ, കേരളീയ സമൂഹത്തെ, കേരളത്തിന്റെ സാഹിത്യ ലോകത്തെ സന്മാർഗത്തിലേക്കല്ല അശാന്തിയിലേക്ക് നയിക്കാനാണ് സക്കറിയ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. സക്കറിയ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. CPM-കാരുടെ കയ്യിൽ നിന്ന് പയ്യന്നൂര് അടി കിട്ടിയതാണ്. സംഘപരിവാറിനും BJP-ക്കാർക്കും അടി നന്നായി കൊടുക്കാൻ അറിയുന്ന ആൾക്കാരാണ്. സക്കറിയ തുടർന്നാൽ സക്കറിയയ്ക്ക് അടി കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം GB രാജ സ്കൂളിലെ ഭക്ഷ്യവിഷബാധ ആസൂത്രിതമാണെന്ന റിപ്പോർട്ടിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് കായിക മന്ത്രി AC മൊയ്തീൻ. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പ്രിൻസിപ്പലിന്റെയും പ്രധാന അധ്യാപകന്റെയും സസ്പെൻഷൻ പിൻവലിക്കാനാകില്ല. സാമ്പത്തിക ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. ഭക്ഷ്യവിഷബാധ ആസൂത്രിതമെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പ്രിൻസിപ്പൽ CS പ്രദീപ്, പ്രധാന അധ്യാപകൻ ജെയിൻ എന്നിവരെ സ്ഥലം മാറ്റിയത്. പ്രിൻസിപ്പൽ പ്രദീപിന്റെ സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ സമരം ചെയ്യുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തതോടെയാണ് കായിക മന്ത്രി AC മൊയ്തീൻ കുട്ടികളെ ചർച്ചയ്ക്ക് വിളിച്ചത്. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഉടൻ സ്ഥലം മാറ്റം പിൻവലിക്കില്ല. അക്കാദമിക് വിഷയങ്ങളിലും കായിക വിഷയങ്ങളിലും കുട്ടികളുടെ ആശങ്ക പരിഹരിക്കും. പോലീസ് അന്വേഷണത്തോടൊപ്പം അഴിമതി ആരോപണം, സാമ്പത്തിക വിഭാഗവും അന്വേഷിക്കും. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് തുടരന്വേഷണം GB രാജയിലെ ഈ ഉയർന്നു വന്ന വിഷയങ്ങളെക്കുറിച്ച് നടത്തണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പലിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നും കുട്ടികൾ ആവശ്യപ്പെട്ടു. രാവും പകലും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങളോട് ഈ വന്ന പോലീസുകാരായാലും മറ്റ് ഉദ്യോഗസ്ഥരായാലും ഒരു ചോദ്യം പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അവിടെ വാർത്ത വന്നത് കുട്ടികളെ പൂട്ടിയിട്ടു എന്നുള്ള രീതിക്കാണ് വാർത്ത വന്നത്. നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക, ആരും ഞങ്ങളെ പൂട്ടിയിട്ടില്ല എന്നാണ് വാസ്തവം. അവിടെയുള്ള അധിക സ്റ്റാഫും സാറടക്കം, സാർ നേരത്തെ വരികയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും സാർ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളും ഒപ്പിട്ട നിവേദനം വിദ്യാർത്ഥി പ്രതിനിധികൾ മന്ത്രിക്ക് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ ട്രെയിൻ സർവീസ് താളം തെറ്റി. മണിക്കൂറുകൾക്ക് ശേഷമാണ് സർവീസുകൾ സാധാരണ നിലയിലായത്. ലോക്കോ പൈലറ്റിന്റെ അശ്രദ്ധയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവം ദക്ഷിണ റെയിൽവേ അന്വേഷിക്കും. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകേണ്ട പാസഞ്ചർ ട്രെയിനിന്റെ എഞ്ചിൻ മൂന്നാമത്തെ ട്രാക്കിൽ വെച്ചാണ് പാളം തെറ്റിയത്. രാവിലെ 6:55-നായിരുന്നു അപകടം.
സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ ഈ പാസഞ്ചർ ട്രെയിനെയാണ് ആശ്രയിക്കുന്നത്. ട്രെയിൻ നിർത്തിയിടുമ്പോൾ ചക്രങ്ങൾക്കിടയിൽ സ്ഥാപിക്കുന്ന തടി കൊണ്ടുള്ള ഉപകരണം മാറ്റാതെ ട്രെയിൻ മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. എഞ്ചിനാണ് പാളം തെറ്റിയത്. ലോക്കോ പൈലറ്റിന്റെ അശ്രദ്ധയാണ് അപകടം വരുത്തിവെച്ചത്. ഷേപ്പിൾ ചെയ്യുമ്പോൾ വീലിന്റെ അടിയിൽ നമ്മൾ വുഡൻ ബെഡ്ജസ് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി വീലിന്റെ അടിയിൽ 2 വശങ്ങളായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഇന്നേ ദിവസം രാവിലെ ഡ്രൈവർ വീലിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് വേണം വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തതിനു മുമ്പ് ഇതൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ലെന്ന് തോന്നുന്നു. പാസഞ്ചർ പാളം തെറ്റിയതിനെ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ച ആക്സിഡന്റ് റിലീഫ് ട്രെയിനിന്റെ സഹായത്തോടെ 3.5 മണിക്കൂറിന് ശേഷം എഞ്ചിൻ പാളത്തിലേക്ക് തന്നെ മാറ്റി. അപകടത്തെ തുടർന്ന് മിക്ക ട്രെയിനുകൾക്കും തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് ട്രെയിനുകൾ വൈകാൻ കാരണമായി. എന്നാൽ 11 മണിയോടെ സർവീസുകൾ സാധാരണ നിലയിലായി. കൊല്ലത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നത് തുടർച്ചയായ 2ാം ദിനം. ഇന്നലെ സിഗ്നൽ തകരാറിനെ തുടർന്ന് പെരുമണിൽ, ഇന്ന് എഞ്ചിൻ പാളം തെറ്റിയതിനെ തുടർന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ. ഇതോടെ പെരുവഴിയിലായത് നിരവധി യാത്രക്കാർ. കൊല്ലത്ത് നിന്നും ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. പക്ഷിമോഷ്ടാക്കളെ പോലീസിന്റെ കെണിയിൽ കുടുക്കിയ ആഫ്രിക്കൻ തത്ത ജാങ്കോ ഒടുവിൽ ഉടമയുടെ അടുത്ത് തിരിച്ചെത്തി. ജാങ്കോയെ കാണാൻ നിരവധി പേരാണ് കലൂരിലെ സതീഷിന്റെ പെറ്റ് ഷോപ്പിൽ എത്തുന്നത്. ജാങ്കോ ഉൾപ്പെടെ 5 പക്ഷികളും ഒരു പേർഷ്യൻ പൂച്ചയുമാണ് അടുത്തിടെ സതീഷിന്റെ കടയിൽ നിന്ന് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം സംശയം തോന്നി പോലീസ് ചിലരെ പിടികൂടിയെങ്കിലും ജാങ്കോ വളർത്തുതത്തയാണെന്ന നിലപാടിലായിരുന്നു പിടിയിലായവർ. എന്നാൽ സതീഷിന്റെ പേര് തത്ത നിരന്തരം വിളിച്ചു പറഞ്ഞതോടെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയും സത്യാവസ്ഥ പുറത്തുവരികയുമായിരുന്നു. ഞങ്ങളുടെ ഒരു കടയിൽ ഞങ്ങളെപ്പോലെ ഒരാളായിരിക്കണാണ് ഇപ്പോൾ. ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവനെ കൊണ്ടുപോയതിൻ്റെ പേടിയിൽ അവനിപ്പോൾ അധികം സംസാരിക്കണില്ല. അവൻ്റെ ഇപ്പോൾ തന്നെ കണ്ടാലറിയാം, അവൻ്റെ ചിറകുകളൊക്കെ അവർ പിടിച്ച ആ പിടിയിൽ എല്ലാം കുറേ സാധനം ഊരിപ്പോയി. ഇപ്പോൾ കുറേ വിട്ടിരിക്കുന്നതാണ്. ഒറ്റനോട്ടത്തിൽ താരപരിവേഷമൊന്നുമില്ലെങ്കിലും ക്യാമറ കണ്ടതോടെ ജാങ്കോ ഉഷാറായി. സതീഷിനെ ചേട്ടാ എന്നും ഭാര്യ സിന്ധുവിനെ പേരെടുത്തും ജാങ്കോ വിളിക്കും. 2 വയസ്സുള്ള ജാങ്കോയെ ഇടപ്പള്ളി സ്വദേശിയിൽ നിന്നാണ് സതീഷ് വാങ്ങിയത്. മറ്റു വളർത്തുപക്ഷികൾ കഴിക്കുന്ന തക്കാളിയും ക്യാരറ്റും താല്പര്യമില്ലാത്ത ജാങ്കോയ്ക്ക് പഴങ്ങളോടാണ് പ്രിയം. ജാങ്കോ ഇപ്പോൾ ഒരു താരമാണ്. എവിടെ പെട്ടാലും സതീഷിനെ തേടി എത്താനുള്ള വഴിയൊക്കെ ജാങ്കോയ്ക്ക് നന്നായി അറിയാം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം വിനീത വിജി, ന്യൂസ് 18. കടൽ വിഭവങ്ങൾക്ക് മാത്രമായി കേരളത്തിൽ മത്സ്യഫെഡ് റെസ്റ്റോറന്റുകൾ വരുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ ആലപ്പുഴയിലാണ് ഭോജനശാല ഒരുക്കുന്നത്. ഇതിന്റെ സ്വീകാര്യത വിലയിരുത്തി മറ്റിടങ്ങളിലും റെസ്റ്റോറന്റുകൾ തുടങ്ങും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മത്സ്യഫെഡ് ഭക്ഷണശാലകൾ തുടങ്ങുക. മീനും കടൽ വിഭവങ്ങളും മാത്രമാകും സസ്യേതര ഭക്ഷണങ്ങളായി വിളമ്പുക. മത്സ്യത്തൊഴിലാളികളിൽ നിന്നോ സംഘങ്ങളിൽ നിന്നോ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങും. പഴകിയതോ ഫോർമാലിനും മറ്റും ചേർത്തതോ ആയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകില്ലെന്ന് മത്സ്യഫെഡ് ഉറപ്പാക്കും. ആധുനിക സൗകര്യങ്ങളോടെയാകും റെസ്റ്റോറന്റുകൾ ഒരുക്കുക. ദേശീയപാതയോരത്ത് ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും മധ്യയാകും ആദ്യ സംരംഭം. വില സ്ഥിരതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിൽ വാങ്ങുന്ന മത്സ്യത്തിന് ന്യായമായ വില ഉറപ്പാക്കുകയും ജനങ്ങൾക്ക് ശുദ്ധമായ മത്സ്യം എത്തിച്ചു കൊടുക്കുകയും, ഇതാണ് മത്സ്യഫെഡ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി. വിഷരഹിത മത്സ്യം ലഭ്യമാക്കുന്നതിനായി അന്തിപ്പച്ച എന്ന മൊബൈൽ വിപണി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ശ്രമം തുടങ്ങി. നിലവിലുള്ള 33 ഫിഷ് ബൂത്തുകൾ ഡിസംബറോടെ 100 വർദ്ധിപ്പിക്കും. ന്യൂസ് 18 ആലപ്പുഴ.